ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് വന്നിട്ട് കോതമംഗലത്തിൻ്റെ അടുത്ത് മാമലകണ്ടം എന്ന് പറഞ്ഞൊരു സ്ഥലത്തോട്ടാണ് പോകുന്നത്. മാമലകണ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചയിൽ കുതിർന്ന ഒരു മലയോര ഗ്രാമം, അതാണ് മാമലകണ്ടം. ഒരു ഗ്രാമമാണ്, ഒരു വനപ്രദേശമാണ്, കാട്ടിനുള്ളിലെ ഗ്രാമം എന്നാണ് മാമലകണ്ടം അറിയപ്പെടുന്നത്. ഇതാട്ടോ നമ്മൾ മാമലകണ്ടം പോയ റൂട്ട്. നമ്മൾ വന്നിട്ട് കോതമംഗലത്ത് നിന്ന് നേര്യമംഗലം വഴിയാണ് പോയത്. ഇത് നേര്യമംഗലം പാലമാണ്. നേര്യമംഗലം പാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹൈ റേഞ്ചിൻ്റെ ഗേറ്റ് വേ എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടുന്ന് കുറച്ചങ്ങോട്ട് കാട്ടിലോട്ടുള്ള വഴിയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളിത് ഈ ഒരു പോയിന്റിൽ വന്ന് നിൽക്കും. ഇവിടുന്ന് ആ ലെഫ്റ്റിലോട്ടുള്ള വഴിയാണ് മാമലകണ്ടം പോകുന്ന റൂട്ട്. മാമലകണ്ടം തൊട്ട് നമുക്ക് 2 വഴികളുണ്ട്. ഒന്ന് നമ്മൾ വന്ന വഴി കോതമംഗലം നേര്യമംഗലം റൂട്ടും, പിന്നൊന്ന് തട്ടേക്കാട് കുട്ടമ്പുഴ റൂട്ടുമാണ്. ഈ 2 വഴി കൂടി നമുക്ക് മാമലകണ്ടത്തോട്ട് എത്താൻ പറ്റും. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി ഫുൾ കാടായിരിക്കും. അപ്പുറത്തും ഇപ്പുറത്തും കൊടും കാട് കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു വഴിയിൽ കൂടെ ആയിരിക്കും നമുക്ക് പോവാം. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു അറ്റ്മോസ്ഫിയർ തന്നെയായിരുന്നു ആ മരങ്ങളുടെ ഇടയിൽ കൂടെയുള്ള ഒരു യാത്ര. നമ്മൾ പോണ വഴിയാണെങ്കിലും ചെറിയ ചെറിയ തോടുകളും ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണാൻ പറ്റും. പക്ഷേ എല്ലായിടത്തും ഇറങ്ങാൻ പറ്റണമെന്നുണ്ടാവില്ല. നമുക്ക് ചില സ്ഥലങ്ങളിലൊക്കെ ഇറങ്ങാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ പോണ റൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആനകളൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. അപ്പോൾ ഭാഗ്യമുള്ളവർക്ക് ആനകളെയും നമുക്ക് കാണാൻ പറ്റും. ഞാൻ വന്നിട്ട് മാമലകണ്ടം ഹൈസ്കൂളിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ മാത്രമല്ല, ഇത് അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള ഒരു സ്കൂളാണ്. അതുകൊണ്ട് തന്നെ മിക്കവരും ഈ സ്കൂളിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവണം. ശരിക്കും നമ്മുടെ എറണാകുളത്ത് സ്വന്തമായിട്ട് വാട്ടർഫോൾസിലൊരു സ്കൂള്, അത്രയും അടിപൊളിയായിട്ടുള്ളൊരു സീനറിയുടെ നടുക്കാണ് ഈ സ്കൂളിരിക്കുക. അത്രയും ഭംഗിയായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ. എന്താ പറയുക, ഇവിടെ പഠിക്കുന്ന പിള്ളേരൊക്കെ അത്രയും ഭാഗ്യം ചെയ്യുന്നവരായിരിക്കും. നല്ലൊരു അറ്റ്മോസ്ഫിയറിലാണ് അവരിക്കും പഠിക്കുന്നത്. അപ്പം പെട്ടെന്ന് അവിടെ നിന്ന് പോന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ കസിൻ്റെ വീടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയും കൂടി ഒന്ന് കയറി. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും അവരിങ്ങനെ പറഞ്ഞു, ഇതിൻ്റെ താഴെയായിട്ട് ചെറിയൊരു വാട്ടർഫോൾസ് ഉണ്ട്. അന്ന് പിന്നെ അതും കൂടി കാണാമെന്ന് വെച്ചിട്ട് നമ്മൾ പോണ വഴിയാണിത്. നല്ല രസമുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട്, അല്ലെങ്കിൽ അത്രയും അടിപൊളിയായിട്ടുള്ള പ്ലേസ്. ഇപ്പം നിങ്ങൾക്ക് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇത് കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞങ്ങളാണെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് തിരിച്ച് വരാനുള്ളൊരു മൈൻഡേ ഞങ്ങൾക്കില്ലായിരുന്നു. അത്രയും അടിപൊളിയായിട്ടുള്ളൊരു പ്ലേസായിരുന്നു. ചെറിയൊരു വെള്ളച്ചാട്ടം, അതിന് ചുറ്റും കവർ ചെയ്ത് കാട്. അപ്പോൾ അതിന് ഫുൾ കാടാണ്. അതിൻ്റെ ബാക്കിൽ ഈ സൈഡിലൊക്കെ ഫുൾ കാടായിരുന്നു. അപ്പോൾ അതിൻ്റെ നടുക്കായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം. അപ്പോൾ പിള്ളേർക്കാണെങ്കിലും അല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഇറങ്ങാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. വെള്ളമാണെങ്കിൽ തന്നെ നിലം കാണുന്ന രീതിയിൽ അത്രയും ക്ലിയർ ആയിട്ടുള്ളൊരു വെള്ളം. നമ്മൾ നട്ടുച്ച വെയിലത്താണ് വന്നത്, എന്നിട്ടും ആ വെള്ളത്തിന് അത്രയും തണുപ്പുണ്ടായിരുന്നു. നല്ല രസമായിട്ടുള്ള സ്ഥലമായിരുന്നു. ഇപ്പോൾ ഈവനിങ് ടൈമിലൊക്കെയാണ് നമ്മൾ വരുന്നതെങ്കിൽ ഫാമിലി അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ടാണ് വന്നെങ്കിൽ കുറച്ചൊരു ഇരുന്ന് സംസാരിച്ച് ചില്ലടിച്ച് പോകാനൊക്കെ പറ്റിയൊരു നൈസ് പ്ലേസ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ചൊരു അവിടെ ഇരുന്നു, ഫോട്ടോസൊക്കെ എടുത്തു. എന്നിട്ടാണ് പയ്യെ അവിടെ ചലിച്ചത്. അതുവരെ അവിടെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു.
തിരിച്ചു പോവുകയാണ്. അപ്പോൾ തിരിച്ചു പോണത് നമ്മൾ വന്ന വഴിയല്ല. ഞാൻ പറഞ്ഞു മാമലകണ്ടത്തോട്ട് എത്താനായിട്ട് 2 വഴികളുണ്ട്. ഒന്ന് നമ്മൾ വന്ന വഴി കോതമംഗലം നേര്യമംഗലം റൂട്ടും, പിന്നെ ഒന്ന് തട്ടേക്കാട് കുട്ടമ്പുഴ വഴിയാണെന്ന് ഞാൻ പറഞ്ഞു. അതിൽ നമ്മളിപ്പോൾ തിരിച്ചു പോകുന്നത് കുട്ടമ്പുഴ റൂട്ടിലൂടെ കേട്ടോ. അപ്പോൾ എനിക്ക് പേഴ്സണലി ഈ കുട്ടമ്പുഴ റൂട്ടാണ് കുറച്ചുകൂടി ഇഷ്ടമായത്. കാരണം ഈ ഒരു വഴി കൂടി പോയപ്പോഴത്തേക്ക് എനിക്ക് ശരിക്കും എന്താ പറയുക, ഈ കാടിനെ അറിഞ്ഞുകൊണ്ടുള്ള യാത്ര എന്നൊക്കെ പറയില്ലേ, അതായിരുന്നു ശരിക്കും ഈ കുട്ടമ്പുഴ റൂട്ടിലൂടെ എനിക്ക് തോന്നിയത്. പക്ഷേ ഇപ്പോൾ റോഡ് വൈസ് നോക്കുവാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ എനിക്ക് തോന്നുന്നത് നേര്യമംഗലം തന്നെ ആയിരിക്കും. പക്ഷേ ഇത് എനിക്ക് ഈ ഒരു റൂട്ടാണ് കുറച്ചും കൂടി പേഴ്സണലി എനിക്കിഷ്ടമായത്. ഈ റൂട്ട് വന്നിട്ട് കോൺക്രീറ്റ് റോഡാണ്, പക്ഷെ എന്നാലും എനിക്ക് ഈ ഒരു യാത്രയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. എൻ്റെ ഒരു ഒപ്പീനിയനിൽ, എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 2 വഴിയും കൂടി പോയി നോക്കണം. ഞാൻ പറഞ്ഞു ഞാൻ വന്നത് ഒരു വഴി കൂടിയും പോണത് വേറൊരു വഴി കൂടിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ 2 സൈഡിലുള്ള ഭംഗി എനിക്ക് ആസ്വദിക്കാൻ പറ്റി. ഇപ്പോൾ കുട്ടമ്പുഴ വഴിയിൽ ഉള്ള കാഴ്ചകളും കാണാം, അതേപോലെ തന്നെ നേര്യമംഗലം റൂട്ട് ആ ഒരു കാഴ്ച എനിക്ക് കാണാം. അതുകൊണ്ട് 2 സൈഡിലുള്ള ഒരു ഭംഗി എനിക്ക് ആസ്വദിക്കാൻ പറ്റി. അപ്പോൾ അതുകൊണ്ട് നിങ്ങളും അങ്ങനെ തന്നെ പോയി നോക്കുക. ശരിക്കും അടിപൊളിയായിട്ടുള്ളൊരു ഡ്രൈവായിരുന്നു എനിക്കത്. ഇപ്പം എന്താ പറയുക, നമ്മുടെ ഹോൾ ഡ്രൈവ് ശരിക്കും ഒരു രീതിയിലുള്ള ഒരു ബോറിങ് അല്ലെങ്കിൽ ഒരു സെക്കൻഡ് പോലും ബോറടിക്കാണ്ട് അത്രയും എൻജോയ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു ഹോൾ ഡ്രൈവ് തീർത്തത്. അത്രയും അടിപൊളിയായിട്ടാണ് നമ്മൾ ഈ ഒരു യാത്ര പോയത്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാമലകണ്ടം കുറച്ചും കൂടി എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹമുള്ളവരുണ്ടാകും. അപ്പോൾ അവരുടെ ബെറ്റർ ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാമലകണ്ടത്തോട്ട് വരിക, ഇവിടെയുള്ള ആൾക്കാരോട് ചോദിക്കുക. അവർക്കാകുമ്പോഴത്തേക്കും ഇവിടെയുള്ള ലോക്കൽ സ്ഥലങ്ങൾ കൂടി അറിയാൻ പറ്റും. നല്ല അടിപൊളി സ്ഥലങ്ങൾ, ഇങ്ങനെ അധികം ആർക്കും അറിയാൻ പറ്റാത്ത സ്ഥലങ്ങൾ ഇവിടെ താമസിക്കുന്നവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ എനിക്ക് അതായിരിക്കും കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മൾ തട്ടേക്കാടെത്തിയപ്പോഴത്തേക്കും ഒരു ബേർഡ് സാഞ്ചുറി കണ്ടു കേട്ടോ. എന്നാൽ പിന്നെ അവിടെയും കൂടി കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ തന്നെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ബോട്ടിങ്ങിന് താല്പര്യമുള്ളവർക്ക് ബോട്ടിങ്ങിനും പോവാം. അതല്ല ഇതിൻ്റെ ഉള്ളിൽ കയറി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ ആസ്വദിക്കാനുള്ളവർക്കൊക്കെ അതും ചെയ്യാം. അപ്പോൾ അത് ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടത്. ടിക്കറ്റ് എടുത്ത് തന്നെ നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ അതിൻ്റെ ഉള്ളൊന്നും കണ്ടില്ലെന്നാണ് പറയാൻ. കാരണം പെട്ടെന്ന് ഇറങ്ങേണ്ടി വന്നു. ഞങ്ങൾ ആകെ കണ്ടത് കുറച്ചിങ്ങനെ അക്വേറിയത്തിൽ കുറച്ച് ഫിഷും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടു. പിന്നെ കുറച്ച് വെറൈറ്റി സ്നേക്സ്, പിന്നെ പീക്കോക്കിനെ കണ്ടു. അങ്ങനെയുള്ള ചെറിയ സാധനങ്ങളെ കണ്ടുള്ളൂ. ഇനിയുണ്ട് അതിൻ്റെ ഉള്ളിൽ കുറേ കാണാൻ. പക്ഷേ കുറച്ചുകൂടി കഴിഞ്ഞപ്പോഴത്തേക്കും പിള്ളേർ കുറച്ച് സീനാക്കാൻ തുടങ്ങി. കരച്ചിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങേണ്ടി വന്നു. അപ്പോൾ ഇവിടെ വന്നവരെ ഇതും കൂടി കണ്ടിട്ട് പോവാം. ഇതെല്ലാം സെയിം റൂട്ടില്ല, അപ്പോൾ അതും കൂടി കണ്ടുവന്ന് പോവാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലുള്ളത്. എനിക്കൊരു കാര്യം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീഡിയോയിലുള്ളത് മാത്രമല്ല മാമലകണ്ടം തട്ടേക്കാടും, ഇതിലും കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാനും അറിയാനും ഒക്കെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് കം ആൻഡ് എക്സ്പ്ലോർ. ഇവിടെ വരിക, കാണുക, എൻജോയ് ചെയ്തിട്ട് പോവുക. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ലിമിറ്റഡ് സ്പേസിലെടുത്ത കുറച്ച് ക്ലിപ്പിങ്സാണ് ഞാൻ ഇട്ടിട്ടേക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ പോരായ്മകളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ ഇനി എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നതിലേക്കും ഓക്കെ, ബൈ.